അയ്യോ മേ ആ അമ്മയ്ക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നാ? ഞാൻ പലതവണ പറഞ്ഞതല്ലേ അടുത്ത മാസം സാലറി കിട്ടിയിട്ട് മരുന്ന് വാങ്ങിക്കാനുള്ള പൈസ തരാന്ന്. അപ്പൊ അത് കേൾക്കാണ്ട് അയാളുടെ പറമ്പിൽ കൊത്താൻ പോയതല്ലേ. എന്നിട്ട് ഇപ്പൊ എന്തായി? എന്താടി അത്രയും വയ്യാത്തോണ്ടാ മരുന്ന് വാങ്ങിക്കൊന്ന് പൈസ തരുമോ ചോദിച്ചത്. അപ്പൊ നിനക്ക് തരാൻ പറ്റില്ല പറഞ്ഞ ഞാൻ എന്ത് ചെയ്യണായിരുന്നു? എന്നിട്ട് ഇപ്പൊ എന്തായി? ഞാൻ ഓരോ മാസം സാലറി കിട്ടുമ്പോൾ കുറച്ച് കുറച്ച് സേവ് ചെയ്ത് വെക്കായിരുന്നു. അതിപ്പോ ഒറ്റ ദിവസം കൊണ്ട് തീർത്തപ്പോ അമ്മയ്ക്ക് സമാധാനമായില്ലേ? എന്താടി ഞാൻ നിന്റെ അമ്മയല്ലേ, എനിക്ക് വേണ്ടി പൈസ ചെലവാക്കിയാൽ ഇങ്ങനെ കണക്ക് പറയേണ്ട കാര്യണ്ടാ? അങ്ങനെയാണെങ്കിൽ ദേവിക എന്തൊക്കെ പറയണം? നേവരെയായിട്ട് എന്റെ കുട്ടി എന്തെങ്കിലും മിണ്ടിയിട്ടുണ്ടാ? ആ ചേച്ചിനെ പോലെയല്ല ഞാന്. ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലായില്ലേ? ഇപ്പൊ മനസ്സിലായിടേ, 2 മക്കളെയും ഞാൻ വേർതിരിച്ച് കണ്ടു. അവളെക്കാളും സ്നേഹം നിനക്ക് തന്ന തലയിൽ കയറ്റി നടത്തി. ഇപ്പൊ നീ ഇങ്ങനെ ഒരു ദുഷ്ടത്തരം ചെയ്യുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഓ ഇന്നലെ തന്നെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഞാൻ ലീവ് ആക്കിയതാ. ഇനിയിപ്പോ അമ്മയ്ക്ക് ഒന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇനിയും ലീവ് എടുക്കേണ്ടി വരും. എന്നെ നോക്കാൻ വേണ്ടി ഇപ്പൊ ആരും ലീവ് എടുത്തിരിക്കൊന്നും വേണ്ട. അവനവന്റെ കാര്യങ്ങളൊക്കെ അല്ലേ വലുത്, അതാദ്യം നടക്കട്ടെ. എന്തായാലും വീണ സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയല്ലോ, അതേ വലിയ ഉപകാരം മോളെ. ഇത്രയായിട്ട് അമ്മന്റെ അഹങ്കാരത്തിന് ഒരു കുറവും കാണുന്നില്ലല്ലോ. ഇന്നത്തെ പൈസ മുഴുവൻ ചെലവാക്കിയ ഞാൻ ഒറ്റ എടുത്തിയാ. ആ ബോധത്തോടെങ്കിലും ഒന്ന് സംസാരിക്ക്. 1 പവൻ ഉണ്ടാകും. എന്തായാലും നീ ചെലവാക്കിയതിനേക്കാളും പൈസ ഇത് വിറ്റാ കിട്ടും. ഇതന്നെയല്ലേ ഞാൻ ആദ്യം പറഞ്ഞത്. അന്ന് ഇപ്പൊ സാധനങ്ങൾക്ക് കഴിയാറായി പറഞ്ഞപ്പോഴേ സ്വർണ്ണം എന്തെങ്കിലും പണയം വെച്ചിട്ട് ബാക്കി സാധനങ്ങൾ വാങ്ങിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഒരു സ്വൈര്യം തരാണ്ട് ജോലിക്ക് പോ പറഞ്ഞുകൊണ്ടേയിരുന്നല്ലേ. ഇപ്പൊ അമ്മയ്ക്ക് ഇങ്ങനെ കിട്ടിയപ്പോ എന്തായി? എന്തായാലും ദൈവം പറഞ്ഞ ഒരാളുണ്ട്. എൻ്റെ മകളെ ഞാൻ അത്രയും ദ്രോഹിച്ചു. അതിന് എനിക്ക് കിട്ടിയ ശിക്ഷയാ. അതിങ്ങനെ അനുഭവിച്ചെന്നെ തീർക്കണം. അയ്യോ, ഇനിയിപ്പോ കരഞ്ഞിരുന്നിട്ടൊന്നും കാര്യമില്ലല്ലോ. പൈസക്ക് പൈസ തന്നെ വേണം. എൻ്റെ അടുത്താണെങ്കിൽ 5ന്റെ പൈസ ഇല്ല. എന്നാലും അവൻ്റെ അടുത്ത് കടം വാങ്ങിച്ചിട്ടാ ഹോസ്പിറ്റലിൽ ബില്ലടച്ചത്. എന്തായാലും ഇത് കൊണ്ട് വെച്ചിട്ടേ പൈസ ഞാൻ കൊടുക്കട്ടെ. പുള്ളിയാണല്ലോ ഇത്രയും സ്നേഹിച്ചത്. അല്ല ചേച്ചി ഇത് എങ്ങോട്ടാ? അച്ഛോ എനിക്കൊരു സമാധാനമില്ല. ഞാൻ അമ്മനെ കാണാൻ വേണ്ടി പോവാൻ നിൽക്കുക. എനിക്കറിയായിരുന്നു ചേച്ചിയല്ലേ ആള്, അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്നത്. എന്തായാലും അമ്മയല്ലേ മോനെ. വീണു എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ഇരുന്നിട്ട് ഇവിടെ ഒരു സമാധാനമില്ല. എന്തായാലും ഒന്ന് കണ്ടിട്ട് വരാം. ചേച്ചി സ്നേഹിക്കുന്നതിന്റെ ഒരു അംശം പോലെ അവർ തിരിച്ചു കാണിക്കുന്നുണ്ടാ? സ്വന്തം മോളല്ലേ, വീട് വിട്ട് ഇറങ്ങി പറഞ്ഞിട്ട് അവൾ എന്ത് ചെയ്യുന്നു, എവിടെ താമസിക്കുന്നു ഇന്നേ വരെ അവർ അന്വേഷിക്കുന്നുണ്ടാ? ഇതിപ്പോ 2 മാസത്തോളം ആയില്ലേ. ഇങ്ങനെയുള്ള ആൾക്കാരുടെ സ്വഭാവമൊക്കെ സാഹചര്യത്തിനനുസരിച്ച് മാറും ചേച്ചി. ഇപ്പൊ വയ്യാതെ കിടക്കുകയല്ലേ, അപ്പൊ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് സ്നേഹം പ്രകടിപ്പിക്കും. ഇനിയിപ്പോ എല്ലാം ഓക്കെ ആകുമ്പോഴേ പഴയതുപോലെ ആവും. അച്ഛോ എന്നാലും ഒരെന്നാലും ഇല്ല. അമ്മ എല്ല് പൊട്ടി എന്നൊക്കെ പറഞ്ഞപ്പോ ഞാനും ആദ്യം പേടിച്ചു. പിന്നെ കാര്യം അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അത്രയ്ക്ക് കാര്യമായിട്ടൊന്നുമില്ല. അടുത്ത ആഴ്ച എന്തോ കെട്ടയക്കുന്നാ പറഞ്ഞു. ഞാൻ എന്തായാലും പറയാനുള്ളത് പറഞ്ഞു, ബാക്കിയൊക്കെ ചേച്ചിന് ഇഷ്ടം. വിനോദ ഇവിടെ ഇല്ലേ? കുറേ ആയില്ല കണ്ടിട്ട്. ആ ഭാസ്കരേട്ടാ, ഞാൻ ഇവിടെ കുറച്ച് ദിവസം ഇല്ലായിരുന്നു, ചെന്നൈയിലായിരുന്നേ. ഇന്ന് രാവിലെ എത്തിയുള്ളൂ. എന്താ വല്ല ആവശ്യത്തിന് പോയതാ? ഒന്നുമില്ല, കുറേ ആയിട്ട് ഇവിടെ ഒന്ന് മാറി നിൽക്കണമെന്ന് വിചാരിക്കണേ. അമ്മയും കൂടി പോയ പിന്നെ എൻ്റെ ഒരു കമ്പനിക്കാരുണ്ട്, അവൻ ചെന്നൈയിലൊരു വലിയൊരു മൊബൈൽ ഷോപ്പുണ്ട്. അപ്പോൾ അവനെ കല്യാണമായി. അവൻ അത് കാരണം നാട്ടിൽ ചെറിയ പരിപാടിയായിട്ട് 1.5 മാസം ഇവിടെ ഉണ്ടാവും. അപ്പം എന്നോട് അതുവരെ ഒന്ന് അവിടെ നിൽക്കുമോ ചോദിച്ചാ. പിന്നെ അവിടെയൊക്കെ അവിടുത്തെ സ്റ്റാഫാണേ. പിന്നെ അങ്ങ് പോയതാ. അല്ല മോനെ, നിനക്കൊരു കല്യാണം നോക്കണ്ടേ? അമ്മയുള്ള സമയത്താണെങ്കിൽ അമ്മ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. ഇപ്പം അങ്ങനെ ആരും നിർബന്ധിക്കാനില്ലല്ലോ. പെങ്ങളുണ്ട്, അവൾക്കാണെങ്കിൽ 2 കുട്ടികളുണ്ടായിട്ടേ അവൻ്റെ കാര്യം തന്നെ നോക്കാൻ സമയമില്ല. നോക്കണം. എന്നാ ശരി, നിന്നെ കണ്ടപ്പോൾ ഒന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. എന്നാ ശരി കേട്ടാ.
ദേവിക കുറേ ആയല്ലോ കണ്ടിട്ട്. നാട്ടിലുണ്ടായിരുന്നില്ലേ? ഞാൻ കുറച്ച് ദിവസം നാട്ടിൽ നിന്ന് വിട്ടു നിന്നായിരുന്നു. ഇന്ന് രാവിലെ എത്തിയത്. അപ്പോൾ കുറച്ച് മുമ്പ് അച്ഛനെ കണ്ടായിരുന്നു. അവനാ ദേവീൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇപ്പം അവൻ്റെ തറവാട്ടിൽ വാടകയ്ക്ക് നിൽക്കുകയാണല്ലേ. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമില്ല. വീട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ. രാവിലെ പോയി കഴിഞ്ഞാൽ വൈകിട്ട് വീടെത്തും. പിന്നെ വീട്ടിലെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അല്ല, കുറച്ച് ദിവസം ഉണ്ടാവോ? ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഞാനിവിടെ രാജേഷേട്ടൻ്റെ വർക്ക്ഷോപ്പിലായിരുന്നല്ലോ. മൂപ്പർക്ക് ഞാൻ പോകുന്നതിൽ ഭയങ്കര വിഷമമുണ്ട്. കാരണം ഒരുപാട് പണികൾ പെൻഡിങ് ഉണ്ട്. എനിക്കും നാട് വിട്ട് പോകാൻ തീരെ താല്പര്യമില്ല. പക്ഷെ ഒറ്റയ്ക്ക് ഇരിക്കുക പറഞ്ഞാൽ അത് ഭയങ്കര വിഷമമാണ്. അത് അമ്മയും ഇല്ലാത്തല്ലേ. പിന്നെ ഞാൻ നാട്ടിലിരുന്നാൽ അത് എനിക്കൊരു ബുദ്ധിമുട്ടില്ലേ. ജോലിക്ക് പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഒരു ശല്യമായിട്ട്. അല്ല, ഞാൻ കുറച്ച് ദിവസം മാറി നിന്നപ്പോൾ തനിക്കൊരു സമാധാനമായിട്ടുണ്ടാകല്ലേ. ഇത്രയും കാലം ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല. അമ്മയും അനിയത്തിയും അതായിരുന്നു എൻ്റെ ലോകം. അവർക്ക് വേണ്ടിയിട്ടാണ് എല്ലാം ചെയ്തിട്ടുള്ളതും. പക്ഷെ പെട്ടെന്നൊരു ദിവസം നീ കുടുംബത്തിന് വേണ്ടി എന്ത് ചോദിച്ചെന്ന് അവർ ചോദിച്ചപ്പോഴേ ഞാൻ സ്റ്റക്കായിപ്പോയി. വിനോദിൻ്റെ പുറകെ നടന്നതൊന്നും എനിക്കൊരു ശല്യമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഒരു വിഷമം ഉണ്ടായിരുന്നു. തൻ്റെ അടുത്ത് ഒരു മറുപടി പറയാൻ പറ്റുന്നില്ലല്ലോ പറഞ്ഞിട്ട്. അല്ല, ഇനിയിപ്പോൾ തൻ്റെ മുന്നോട്ടുള്ള പരിപാടി എന്താണെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. അച്ഛൻ ഇപ്പോൾ പുതിയൊരു ഷോപ്പിൽ പണിയാക്കി തന്നിട്ടുണ്ട്. അവിടെ വലിയ കുഴപ്പമില്ല. അത്യാവശ്യം സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ടേ. ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് +2 എഴുതിയെടുക്കണമെന്നുണ്ട്. അന്ന് +1 നിർത്തിയതല്ലേ. അതെന്തായാലും നന്നായി. പഠിക്കുന്ന സമയത്തേ താൻ നല്ലപോലെ പഠിക്കുന്ന കുട്ടിയായിരുന്നില്ലേ. സാഹചര്യം കൊണ്ട് നിർത്തിപ്പോയല്ലേ. എന്തായാലും മുന്നോട്ട് പഠിക്കും. എന്താവശ്യം ഉണ്ടെങ്കിലും ചോദിക്കാൻ പഠിക്കരുത് കേട്ടോ. ശരി. വിനോദ്, നാട്ടിൽ തന്നെ നിന്നൂടെ? അതല്ലേ കുറച്ചുകൂടി നല്ലത്? എന്നാ പോകുന്നില്ല. ചേച്ചി, കുറേ സമയം വന്നിട്ട്? ഇല്ല, ഇപ്പൊ വന്നേ ഉള്ളൂ. നീ ഈ സമയത്തല്ലേ ജോലി വിട്ട് വരിക? പിന്നെ അച്ചൂടെ ഇല്ലേ ചേച്ചി? കുറേ അവനെ കണ്ടിട്ട്. വീട് പണി ഇപ്പൊ കഴിഞ്ഞല്ലേ ഉള്ളൂ. അതിന്റെ കുറച്ച് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവൻ വർക്ക് ചെയ്യുന്ന അവിടെ കുറേ ആയി പോകാൻ തുടങ്ങിയിട്ട് സാലറി ഒന്നും കൂട്ടണില്ല. ആകെ 25,000 ഉള്ളൂ. അപ്പൊ ഗൾഫിൽ പോയാലോ പറഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ട്. അതിന്റെ ഒക്കെ തിരക്കിൽ അവൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ, അതാണല്ലേ ഇപ്പൊ അവൻ ഇങ്ങോട്ടൊന്നും കാണാത്തത്. ആ മോളെ, ഈ വീടും സ്ഥലവും നോക്കാൻ ഒരു കൂട്ടർ വന്നിട്ടുണ്ടായിരുന്നേ. റോഡ് സൈഡ് ആയതുകൊണ്ട് നല്ല വില കിട്ടും. ഇത് വിൽക്കുകയാണെങ്കിലേ അവന് പിന്നെ ഗൾഫിൽ പോകേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. കടങ്ങളൊക്കെ തീർത്തിട്ടേ ചെറിയൊരു ബിസിനസ് ചെയ്യാനുള്ള പൈസ കിട്ടുമല്ലോ. പക്ഷേ നിന്റെ അടുത്ത് ഈ കാര്യം പറയാൻ അവനൊരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഞാൻ വന്നതാണ്. അയ്യോ, അവനെന്തിനാ എൻ്റെ അടുത്ത് പറയാൻ എത്ര ബുദ്ധിമുട്ട്? ചേച്ചി എപ്പോഴാച്ചാ പറഞ്ഞാൽ മതി, ഞാൻ ഒഴിഞ്ഞു തരാം. പിന്നെ അവൻ്റെ കഷ്ടപ്പാട് എനിക്ക് നന്നായിട്ട് അറിയാം. അവർ ഞായറാഴ്ച കാണാൻ വരാന്നാ പറഞ്ഞത്. ഇഷ്ടപ്പെടുകയാണെങ്കിലേ പെട്ടെന്ന് കച്ചവടം ഉറക്കും. ഇതിപ്പോൾ ഇന്ന് 25 ഞാൻ എന്തായാലും 1-ാം തീയതി ആകുമ്പോഴത്തേക്കും ഇവിടുന്ന് ഒഴിയച്ചി. പെട്ടെന്നൊരു വീട് കിട്ടുക പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയാം, അവർ റെഡി ആയി തരും. വേണ്ട ചേച്ചി, അവൻ എനിക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതിനിടയ്ക്ക് ഇതും കൂടി വേണ്ട. വീട് ഞാൻ നോക്കിക്കോളാം. എന്നാൽ ശരി മോളെ, ഞാനത് പറയാൻ വേണ്ടി വന്നതാണ്. ശരി. എന്താ ദേവികേ, എന്താ കാര്യം?
അയ്യോ ഇതിന് ഇപ്പം തന്നെ വന്നത്. ഞാൻ ഫ്രീ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് വരാൻ പറഞ്ഞതാ. അത് സാറല്ല, വർക്ക്ഷോപ്പിൽ ഇപ്പോൾ കുറച്ച് പണി കുറവാണ്, മഴയൊക്കെ അല്ലേ. പെട്ടെന്ന് ഫോൺ ചെയ്തിട്ടൊരു കാര്യം പറയാണ്ട് പറഞ്ഞപ്പോൾ എനിക്ക് അവിടെ നിന്നിട്ട് എന്താ? വേറൊന്നുമല്ല, ഈ വീടും സ്ഥലമേ അവർക്ക് വിൽക്കാനുള്ളൊരു പരിപാടിയുണ്ട്. പെട്ടെന്ന് തന്നെ കച്ചവടമാവുന്നാണ് പറഞ്ഞത്. അപ്പം ഈ മാസം തന്നെ വേറെ എവിടെയെങ്കിലും ഒരു വാടക വീട് എനിക്ക് റെഡിയാക്കി തരാൻ പറ്റുമോ? തിരികെ ഞാനും നാട്ടിലെത്തിയപ്പോൾ തന്നോടൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുമായിരുന്നു. അല്ല, ഇനിയിപ്പോൾ വേറെ വാടക വീടൊക്കെ നോക്കേണ്ട ആവശ്യമുണ്ടോ? എന്തായാലും എൻ്റെ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കല്ലേ. തനിക്ക് സമ്മതമാണെങ്കിൽ ഞാൻ തൻ്റെ വീട്ടിലൊന്ന് ചോദിക്കട്ടെ. അപ്പം ഞാൻ നാളെ തന്നെ ഇപ്പോൾ എനിക്ക് കുടുംബക്കാർ, ഞാൻ പെങ്ങളെ വിളിച്ചോട്ടെ, അവർ അളിയനെ കൂടി വരും. എന്നിട്ടാ അത് ഞാൻ പോട്ടെ. വണ്ടി അമ്മന്ന് ബേബി കേസിന് കാണാൻ പോയില്ലേ? എന്താണെങ്കിലും സ്വന്തം മോളല്ലേ, അവളെ നമ്മൾ രണ്ടാളും കൂടി അത്രയും ദ്രോഹിച്ചിട്ടില്ലേ? ആ പാവത്തിൻ്റെ മുഖത്ത് എങ്ങനെ നോക്കുമ്പോൾ കേട്ടാ ഇത്രയും കാലം പോവാതിരുന്നത്. പക്ഷെ ഒന്ന് കണ്ട് സംസാരിച്ചപ്പോൾ മനസ്സിന് ഭയങ്കര സമാധാനം. എനിക്കും ചേച്ചിനെ കാണാൻ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ ചേച്ചി പെട്ടെന്ന് എന്താ പ്രതികരിക്കാന്നറിയില്ലല്ലോ, അത് പേടിച്ച് മിണ്ടാതിരുന്നതാ. നിന്നെ എന്ത് പറയാനാടി? ആ പാവത്തിന് നിന്നെ അത്ര ഇഷ്ടമാണ്. പോയെത്തിയതും നിന്നെക്കുറിച്ച് കുറേ ചോദിച്ചു. ഇനി അവൾക്ക് PG ചേർക്കണ്ടേ, പൈസ എന്താക്കും, ഇപ്പോൾ ജോലിക്ക് പോകണവിടെ കഷ്ടപ്പാടുണ്ടോന്നൊക്കെയാണ് അവൾ ചോദിച്ചത്. അമ്മയ്ക്ക് ചേച്ചിനെ ഇങ്ങോട്ട് വിളിച്ചുവിടായിരുന്നോ? ഞാൻ ചോദിച്ചതാ മോളെ, പക്ഷെ അവൾ വരുന്നില്ല എന്നാണ് പറഞ്ഞത്. നമ്മുടെ അടുത്തുള്ള ദേഷ്യം കൊണ്ടൊന്നല്ല, ഇത്രയും കാലം നമുക്ക് രണ്ടാൾക്ക് വേണ്ടിയിട്ടല്ലേ ആ പാവം ജീവിച്ചത്. ഇനിയിപ്പോൾ കുറച്ച് അവൾക്ക് വേണ്ടി ജീവിക്കട്ടെ, അതാ പിന്നെ ഞാനും നിർബന്ധിക്കാൻ പോയില്ല. അല്ലമ്മ, ചേച്ചി കല്യാണം എന്തെങ്കിലും നോക്കണ്ടേ? വന്നതൊക്കെ നമ്മൾ ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് മുടക്കിയതല്ലേ. അമ്മ അതിനെക്കുറിച്ച് ചോദിച്ചു. അവളുടെ മനസ്സിൽ ആരും ഉണ്ടത്രേ. എന്തായാലും എൻ്റെ കുട്ടി കണ്ടെത്തുന്ന ആളെ നന്മയുള്ളവനായിരിക്കും. അവൾക്കൊന്നും നല്ലതേ വരുള്ളൂ. അതോ, കുഞ്ഞൂസിന് അമ്മ ഇത്ര കാലം PSC പഠിക്കല്ലേ, ഇന്ന് എക്സാം വേടാ. ഇതിൽ ജയിച്ചു കഴിഞ്ഞാലേ പിന്നെ കുഞ്ഞൂസിന് അമ്മ ക്ലർക്കാണ്, ക്ലർക്ക്. എന്താണ് അച്ഛനും മോനും കൂടി ഒരു സംസാരം? നിന്നൊന്ന് ബോറടിച്ചോ? എത്തിയോ? ഞങ്ങൾക്ക് എന്ത് ബോറടിക്കാൻ, ഇതൊക്കെ ശീലമല്ലോ കുഞ്ഞൂസേ. നോക്ക്. അല്ല, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലാണ്ട് എഴുതിയിട്ടുണ്ട്. ബാക്കിയൊക്കെ ദൈവം തരുന്ന പോലെ. പോവാ. താൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്തല്ലോ, തനിക്ക് എന്തായാലും കിട്ടും. വണ്ടിക്കര്.